Day 4. സ്റ്റാനിയും ഹാരനെയും കുമരകത്താക്കി ഞാൻ രാവിലെ തന്നെ കല്ലൂർപ്പള്ളി ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. നൊവേന കഴിയാൻ നിന്നില്ല. ഞാൻ നേരെ ക്യൂവിൽ കയറി കഞ്ഞി വാങ്ങി. നേർച്ചക്കഞ്ഞിയും അച്ചാറും തട്ടി അന്തോണീസ് മുണിയാളോട് ഭയം പറഞ്ഞ് ഞാൻ നേരെ പാലരടുത്ത ജയ ബേക്കറിയിലേക്ക് വെച്ച് പിടിച്ചു. കുറേ നാളായി ചൂടോടെ സ്വീറ്റ് പൊറോട്ട തിന്നിട്ട്. ഇവിടുത്തെ മിൽക്ക് മെയ്ഡ് പൂശിയ സ്വീറ്റ് പൊറോട്ടയും ചായയും പിന്നെ മുട്ടവസം കഴിച്ചു. അവസാനം ബില്ല് വന്നപ്പോൾ ഏ ഏ ഏ എന്ന ഫീലായിരുന്നു. കാരണം 3 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എല്ലാത്തിനും നല്ല വില വർധനയാണ്. പറഞ്ഞു തീരും മുമ്പേ ആലുവും ചേച്ചിയും ഡാഡിയും വന്നു. ഉച്ചഭക്ഷണം നോർത്തിലെ ഹോട്ടൽ സനിയിൽ നിന്നാണ്. ഇവിടുത്തെ ബിരിയാണി സൂപ്പറാണ്. പിന്നെ പഴയ ഹോട്ടലിന്റെ ആംബിയൻസും. അവിടുന്ന് നേരെ പോത്തീസിലേക്ക്. മാമോസയ്ക്ക് ഇനി ഒരു 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഷർട്ട് ഇഷ്ടാവുമ്പോൾ സൈസ് കറക്റ്റ് ആവില്ല, സൈസ് കറക്റ്റ് ആകുമ്പോൾ ഷർട്ട് ഇഷ്ടാവില്ല. അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 5:30 ടർഫിലെത്തണം. കൊച്ചിൻ ബാങ്കിന് അടുത്തുള്ള ടർഫാണ് സ്ഥലം. കുറേ നാളായി എല്ലാവരും ഒത്തൊന്ന് ക്രിക്കറ്റ് കളിക്കാനുള്ള മോഹം കലശലായിട്ട്. പക്ഷെ കളിക്കാൻ ആളില്ല. അങ്ങനെ ആറാവനായി ടർഫിന്റെ കെയർടേക്കർ റഷീദേട്ടനെയും കൂട്ടി കളി തുടങ്ങി. ആവേശം മാത്രമേ ഉള്ളൂ. എന്തായാലും ആ പഴയ 90s കിഡ്സിനെ ആഞ്ഞൊന്ന് കറക്കി എറിയാൻ പോലുള്ള ശേഷി നഷ്ടപ്പെട്ടെന്ന് ആദ്യ 5 മിനിറ്റ് തന്നെ എല്ലാവർക്കും ബോധ്യമായി. എന്തായാലും ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. കളി കഴിഞ്ഞ് അവശരായ ഞങ്ങൾ കസ്കസ് ഇട്ട സർബത്തും തേടി നസ്രത്ത് പള്ളിക്ക് അടുത്തുള്ള നമ്മുടെ കടയിലെത്തി. ഈ കട ശരിക്കും ഒരു നൊസ്റ്റാൾജിയാണ്. പണ്ട് ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് ഏതോ 90 കാലഘട്ടത്തിൽ എന്ന പോലെ ഫീൽ ചെയ്യും. ശരിക്കും ഒരു 10 വർഷം പുറകോട്ട് പോയ പോലെ. സർവത്തും ആകെ ഉണ്ടായിരുന്ന സ്വീറ്റ് പഫ്സും ഒക്കെ കഴിച്ച് ഞങ്ങൾ നിർവൃതി അടഞ്ഞു. ഞാൻ നേരെ മണപ്പുറത്തേക്ക് വിട്ടു. +2 ഫ്രണ്ട്സിനെ കാണണം. നവരാത്രി പ്രമാണിച്ച് ഇവിടെ സംഗീത കച്ചേരി ഉണ്ട്. കുറച്ചു നേരം അതും ആസ്വദിച്ചിരുന്നു. ദേ അങ്ങനെ ഞങ്ങൾ ജാക്ക് സ്വാഗ് ബോയ്സ് കുറേ നാൾ കഴിഞ്ഞ് കൂടി കാണുകയാണ്. ജയകുമാർ, വിശ്വംഭരൻ, കണ്ണൻ ശശി, അഖിൽ ഗോകുൽ, അഖിലാനടി എന്നീ പേരുകളുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒട്ടും സ്വാഗില്ലാത്ത ജാക്ക് സ്വാഗ് ബോയ്സ് ഇപ്പോൾ തന്ത വൈബ്സ് ആണ്. എന്താ അല്ലേ? അപ്പോൾ ശരി, ഓട് സ്ലാമ്പി.